ഹായ് ഫ്രണ്ട്സ്, പൂരടെക്കിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു വൺ വേ സ്വിച്ചും ഒരു 5-പിൻ സോക്കറ്റും ഒരു ഹോൾഡറും ഉപയോഗിച്ച് ഒരു സീരീസ് ലാമ്പ് കണക്ഷൻ ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഫൈവ് പിൻ സോക്കറ്റിൽ എൽ എന്ന് മാർക്ക് ചെയ്ത ആ ഭാഗത്ത് നിന്നും ഒരു റെഡ് വയർ നമ്മൾ കണക്ഷൻ കൊടുത്ത് സ്വിച്ചിൻ്റെ മുകൾ ഭാഗത്തുള്ള ടെർമിനലിലേക്ക് നമ്മൾ ആ വയർ കണക്ഷൻ കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഈ സീരീസ് ലാമ്പ് കണക്ഷനിൽ സ്വിച്ച് ഓഫ് മോഡിലായിരിക്കുമ്പോൾ നമുക്ക് സീരിയസ് ആയി ചെക്ക് ചെയ്യാൻ സാധിക്കും. സ്വിച്ച് ഓൺ ആയിരിക്കുന്ന സമയത്ത് ഡയറക്റ്റായി ലൈറ്റ് കത്തുന്നതും കാണാം. ഇങ്ങനെയാണ് ഇതിൻ്റെ കണക്ഷൻ കൊടുക്കുന്നത്. സീരീസ് ലാമ്പ് ആവശ്യം വരുന്നത് ഇലക്ട്രിക്കൽ മെയിൻ്റനൻസ് എടുക്കുന്നവർക്കും ഇലക്ട്രിക്കൽ ഉപകരണങ്ങളുടെ കംപ്ലൈൻറ്റ് നോക്കുന്നവർക്കുമാണ്. മോട്ടോർ വൈൻഡിങ് അതുപോലുള്ള കാര്യങ്ങൾക്കാണ് മെയിനായിട്ട് സീരീസ് ലാമ്പ് ഉപയോഗിക്കുന്നത്. രണ്ടാമതായി 5-പിൻ സോക്കറ്റിൻ്റെ എൻ എന്ന് മാർക്ക് ചെയ്തിട്ടുള്ള ആ ഭാഗത്ത് നിന്നും ബ്ലൂ കളർ വയർ കണക്ഷൻ കൊടുത്ത് ആ വയർ നേരെ വൺ വേ സ്വിച്ചിൻ്റെ അടിഭാഗത്തുമാണ് നമ്മൾ കണക്ട് ചെയ്യുന്നത്. ഇനി നമുക്ക് കണക്ഷൻ കൊടുക്കാനുള്ളത് ബൾബ് ഹോൾഡറിലേക്കും അതുപോലെ തന്നെ സ്വിച്ചിലേക്ക് പവർ സപ്ലൈയുമാണ് നമുക്ക് കൊടുക്കാനുള്ളത്. 5-പിൻ സോക്കറ്റിൽ നിന്നും റെഡ് വയർ എടുത്ത് വൺ വേ സ്വിച്ചിലേക്ക് കണക്ഷൻ കൊടുത്തു. അതുപോലെ തന്നെ 5-പിൻ സോക്കറ്റിൽ നിന്ന് ഒരു ബ്ലൂ വയർ എടുത്ത് വൺ വേ സ്വിച്ചിലേക്ക് കണക്ട് ചെയ്തു. ഇനി നമ്മൾ വൺ വേ സ്വിച്ചിൻ്റെ അടിഭാഗത്ത് നിന്നും ഒരു റെഡ് വയർ കണക്ഷൻ എടുത്ത് ബൾബ് ഹോൾഡറിലേക്കാണ് കണക്ട് ചെയ്യുന്നത്. 5-പിൻ സോക്കറ്റിൽ നിന്നും എൻ എന്ന് മാർക്ക് ചെയ്ത ടെർമിനലിൽ നിന്നും ബ്ലൂ വയർ എടുത്ത് വൺ വേ സ്വിച്ചിൻ്റെ അടിഭാഗത്തായിരുന്നു കണക്ട് ചെയ്തത്. അതിൽ നിന്ന് തന്നെയാണ് നമ്മൾ ഹോൾഡറിലേക്ക് ഒരു റെഡ് വയർ കണക്ട് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് കണക്ഷൻ കൊടുക്കാനുള്ളത് ഹോൾഡറിലേക്കുള്ള ന്യൂട്രൽ കണക്ഷനും അതുപോലെ തന്നെ സ്വിച്ചിലേക്കുള്ള ഫേസ് കണക്ഷനുമാണ്. ഡയറക്റ്റായി ഒരു ന്യൂട്രൽ കണക്ഷനാണ് നമ്മൾ കൊടുക്കുന്നത്. അതിനായി ബ്ലാക്ക് കളർ വയറാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ഇപ്പോൾ ഹോൾഡറിലേക്കുള്ള കണക്ഷൻ കഴിഞ്ഞു. ഇനി സ്വിച്ചിലേക്കുള്ള ഫേസ് കണക്ഷനാണ് കൊടുക്കാനുള്ളത്. നമ്മൾ നേരത്തെ 5-പിൻ സോക്കറ്റിൽ നിന്നും എൽ മാർക്ക് ചെയ്ത ടെർമിനലിൽ നിന്നും ഒരു റെഡ് വയർ സ്വിച്ചിലേക്ക് കൊടുത്തിരുന്നു. അതിലേക്കാണ് നമ്മൾ ഫേസ് കണക്ഷൻ കൊടുക്കുന്നത്. അതിനായി നമ്മൾ യെല്ലോ കളർ വയറാണ് എടുത്തിട്ടുള്ളത്. ഇതോടുകൂടെ നമ്മുടെ സീരീസ് ലാമ്പിൻ്റെ കണക്ഷൻ ഇവിടെ അവസാനിച്ചു. ഈ കണക്ഷൻ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് തോന്നുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് തോന്നുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഈ ചാനൽ നിങ്ങൾ ആദ്യമായാണ് കാണുന്നത് എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. ഇനി നമുക്ക് ഇതിൻ്റെ ടെസ്റ്റിംഗ് ആണ് നോക്കാനുള്ളത്. വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ തന്നെ വൺ വേ സ്വിച്ച് ഓഫിലായിരിക്കുമ്പോഴാണ് നമുക്ക് സീരിയസ് ആയി ചെക്ക് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. സ്വിച്ച് ഓൺ ചെയ്യുന്ന സമയത്ത് ഡയറക്റ്റായി ബൾബ് കത്തുകയും ചെയ്യും. ഇനി നമുക്ക് ഇതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ടെസ്റ്റ് ചെയ്യാനായി ഒരു 2-പിൻ ടോപ്പിൽ 2 വയർ കണക്ട് ചെയ്ത് നമ്മൾ 5-പിൻ സോക്കറ്റിൽ കുത്തിയിട്ടുണ്ട്. ആ വയർ ഷോർട്ട് ചെയ്യുന്ന സമയത്താണ് ഈ ബൾബ് കത്തുന്നത്. സ്വിച്ച് ഓൺ ചെയ്യുന്ന സമയത്ത് ഡയറക്റ്റായി വർക്ക് ചെയ്യും. ഒരു വൺ വേ സ്വിച്ച് ഉപയോഗിച്ച് തന്നെ നമുക്ക് സീരീസ് ആയും പാരലലായും കണക്ഷൻ കൊടുക്കാൻ സാധിക്കും. ഇവിടെ നമ്മൾ ചെക്ക് ചെയ്യാനായി എടുത്തത് LED ബൾബായിരുന്നു. ഇനി നമുക്ക് സാധാരണ ഒരു ഫിലമെൻ്റ് ബൾബ് ഉപയോഗിച്ച് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. വൺ വേ സ്വിച്ച് ഉപയോഗിച്ചും 2 വേ സ്വിച്ച് ഉപയോഗിച്ചും ഒരുപാട് കണക്ഷൻ ഞങ്ങൾ ഈ ചാനലിലൂടെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇലക്ട്രിക്കൽ മെയിൻ്റനൻസ് വർക്കും പ്ലംബിംഗ് മെയിൻ്റനൻസ് വർക്കും ഞങ്ങൾ ഈ ചാനലിൽ ഉൾപ്പെടുത്താറുണ്ട്. ഈ ചാനൽ നിങ്ങൾ ആദ്യമായാണ് കാണുന്നത് എങ്കിൽ
സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ഞങ്ങളിടുന്ന വീഡിയോകൾ അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കുവാൻ വേണ്ടി തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കാനും മറക്കരുത്. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.